കിടക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒരാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്ന പഠിപ്പിക്കുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഉസ്താദേ എത്ര കൊല്ലം കൊണ്ട് ദുആ ചെയ്യുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കച്ചവടത്തിൽ ഒരു പറയുന്ന പാട് നിനക്കല്ലേ അറിയൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ചങ്ങാതി സുജൂദ് ചെയ്യണേ? പ്രായമുള്ള വാപ്പമാര് പറയുന്നത്, ഉസ്താദേ രോഗമാ, കുനിയാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എന്റെ കാര്യങ്ങളൊന്നും മാറുന്നില്ല ഉസ്താദെ, എന്റെ പ്രയാസമൊന്നും മാറുന്നില്ല ഉസ്താദെ. നീ സുജൂദ് ചെയ്ത കാലം നിനക്ക് ഓർമ്മയുണ്ടോ വാപ്പ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാടാ ചങ്ങാതി സുജൂദ് ചെയ്യുന്നേ? ഇന്ന് ഏതു പള്ളിയിൽ പോയാലും കസേര കളി നടക്കുന്നത് കാണാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏതു പള്ളിയിൽ പോയാലും മരണ വീട്ടിൽ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ ഒരു പള്ളിക്കകത്ത് കയറിയ കസേര നിരത്തി വെച്ചിരിക്കുകയാ. ഏതു പള്ളിയിൽ പോയാലും കാണാം, എല്ലാം കസേര കളി നമസ്കാരമാ. കസേരയിൽ ഇരുന്നിട്ടൊരു നിസ്കാരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.